NCERT മാത്രം വായിച്ച ഒരു കുട്ടിയും ഇതുവരെ നീറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തിട്ടില്ല. നമുക്ക് തെറ്റു വരുന്ന ഏരിയ ഏതാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത് എന്ന്. ആൻഡ് ഇതിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഹൈ 2025 നീറ്റ് ആസ്പിരൻസ് May 4 എന്ന നമ്മുടെ എക്സാം ഡേറ്റിലേക്ക് ഇനി ആകെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പല ടിപ്സും പല ട്രിക്സും പല സ്ട്രാറ്റജീസും ഉപയോഗിച്ച് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 20 ലക്ഷത്തിലധികം കുട്ടികൾ എൻട്രൻസ് എക്സാമിന് നീറ്റ് എൻട്രൻസ് എക്സാമിന് അപ്പിയർ ചെയ്തപ്പോൾ 10,000-ഓളം ഗവൺമെന്റ് മെഡിക്കൽ സീറ്റുകൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ബാക്കി ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് എന്തുകൊണ്ട് നീറ്റ് എക്സാം നഷ്ടപ്പെടുന്നു? അപ്പം മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ സമയം ഒന്നും കളയുന്നില്ല, നിങ്ങൾ ഈ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുന്ന മെയിൻ 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്കുറപ്പാണ് ഈ 4 പോയിന്റ്സ് അല്ലെങ്കിൽ ഈ 4 മിസ്റ്റേക്സ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ +2-നൊപ്പം എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സോ റിപ്പീറ്റേഴ്സോ ആയിരിക്കാം. അപ്പം നിങ്ങൾ പല മെത്തേഡുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പല റിസോഴ്സുകൾ ഉപയോഗിച്ചായിരിക്കും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ NCERT ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സംടൈംസ് നിങ്ങളുടെ കോച്ചിങ് സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന DPPO എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പല പബ്ലിക്കേഷൻസിന്റെ ഒന്നിലധികം ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്? ശരിക്കും നീറ്റിന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പലതവണ പണ്ട് മുതലേ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് NCERT ഈസ് ദ ബൈബിൾ ഫോർ നീറ്റ് UG എൻട്രൻസ് എക്സാം എന്നല്ലേ. അത് 100% ശരി തന്നെയാണ്. നമുക്ക് 90%ഓളം ക്വസ്റ്റ്യൻസ് NCERT-യിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആണ് 70%-ലധികം ക്വസ്റ്റ്യൻസും വരുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് മറ്റ് DPP, മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, മറ്റ് റിസോഴ്സുകൾ നമ്മൾ ഒരു പരിധിക്കപ്പുറം ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരിക്കലും ഈ DPPയോ സ്റ്റഡി മെറ്റീരിയൽസോ മറ്റ് പബ്ലിക്കേഷൻസിന്റെ ബുക്കുകളോ മോശമാണ് എന്നല്ല പറയുന്നത്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഫൈനലി നിങ്ങൾ NCERT തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുവാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് NCERT ആണ് ബൈബിൾ. വി ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ആൻഡ് വിതിൻ ദ ലൈൻസ് അല്ലേ. ഓരോ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഓരോ സെന്റൻസും ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്ന് വിചാരിച്ച് ഇപ്പോഴും ഈ ഒരു NCERT രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണോ? അല്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് മന്ത്. ഒരു മാസം പോലും ഇനി ബാക്കിയില്ല അല്ലെ. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പൊ ചില കുട്ടികളുണ്ട് ഇപ്പോഴും NCERT തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം നമ്മൾക്ക് NCERT വായിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ്. മോക്ക് ടെസ്റ്റുകളും PYQസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റും PYQയും അറ്റൻഡ് ചെയ്യാണ്ട് NCERT മാത്രം വായിച്ച ഒരു കുട്ടിയും ഇതുവരെ നീറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തിട്ടില്ല. കാരണം നമ്മൾക്ക് PYQ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ആയി വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് റിപ്പീറ്റഡ് ആയിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാവുമ്പോൾ ആ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ആണ് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മൾക്ക് ആ ഏരിയ NCERT റെഫർ ചെയ്ത് ക്ലിയർ ആക്കാൻ സഹായിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ, നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് ഒരു 3 hour എക്സാം ആണ്. ആൻഡ് 180 ക്വസ്റ്റ്യൻസോളമാണ് നമ്മൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു മിനിറ്റ് പോലും ശരിക്കും ഒരു ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യനും 1 മിനിറ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മൾ ആപ്ലിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും ഫില്ല് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ കുറേ സമയം വേസ്റ്റ് ആവും. അപ്പം നമ്മൾ ആ ഒരു ടൈം മാനേജ്മെന്റ് അത്രയും ഇഫക്റ്റീവ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആ ടൈം പീരീഡിനുള്ളിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തെറ്റു വരുന്ന ഏരിയ ഏതാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ അതൊരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറിയോ എന്തെങ്കിലും എടുത്ത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് അതിനെ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കിതൊന്ന് സോൾവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. 1, 2, 3, 4
പ്രാവശ്യമെടുത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് ഏത് വർക്കും ആയിക്കോട്ടെ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കുകയാണ് എന്ന് വിചാരിച്ചോ ഈ ഒരു നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് മന്ത് ആണ്, ഈ ലാസ്റ്റ് ദിവസങ്ങളാണ്, ഈ ലാസ്റ്റ് ആഴ്ചകളാണ്. കാരണം നമ്മൾ ഏറ്റവും ടെൻസ്ഡ് ആവുന്ന, ഏറ്റവും സ്ട്രെസ്ഡ് ആവുന്ന എല്ലാ നെഗറ്റീവ് തോട്ട്സും അല്ലെങ്കിൽ സറൗണ്ടിങ്സ് എന്നുള്ള പ്രഷറും എല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു സമയമാണ് ഈ ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺസിസ്റ്റൻസിനെയും ഇത് ബാധിക്കും. ചിലപ്പോൾ കുറച്ചു നേരം ഒരു റൂമിലിരുന്ന് പഠിക്കും, അവിടെ നോക്കിയാവില്ല, നെക്സ്റ്റ് അടുത്ത റൂമിലേക്ക് പോകും. അല്ലെങ്കിൽ ഇത് വെക്കേഷൻ ആണ്, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ കസിൻസിനോ ഒക്കെ ഇത് വെക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആൻറ്റിയുടെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ എവിടെയെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ബുക്കും എല്ലാ സ്റ്റഡി മെറ്റീരിയലും ആയിട്ട് പഠിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് പഠിക്കും, ഒന്നും ഓക്കെ ആവില്ല. അങ്ങനെ കംപ്ലീറ്റ് ഒരു ടെൻഷൻ ഫീൽ ആയിരിക്കും നമുക്കുള്ളത്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഈ ഒരു ടൈം മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ടൈം ടേബിൾ മാറ്റി കളിക്കാണ്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ ഓരോ സബ്ജക്റ്റിനും പ്രോപ്പർ ആയിട്ട് ടൈം ഡിവൈഡ് ചെയ്ത് റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും എല്ലാത്തിനും പ്രോപ്പർ ആയിട്ട് ടൈം ഡിവിഷൻ നടത്തിയിട്ട് തന്നെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് തന്നെ വേണം ഈ ഒരു മെയ് 4 എന്ന നമ്മുടെ ടാർഗറ്റ് ഡേറ്റിലേക്ക് മുന്നേറാൻ. ആൻഡ് ഇതിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്, ഡിസ്ട്രാക്ഷൻസ് ആണ്. ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ തന്നെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യും. ഇതെനിക്ക് കിട്ടുമോ, ഞാൻ കുറേ പഠിച്ചു എന്നാലും ഇപ്പോഴും ഒന്നും ഓർമ്മയില്ല, ഇനിയും കുറേ പഠിക്കാനുണ്ട്, അയ്യോ പെട്ടെന്ന് മെയ് 4 എന്ന ഡേറ്റ് എത്തുന്നു. അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മളെ ഒരു രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. ചില ആളുകളുണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ റിവിഷൻ ലാസ്റ്റ് ടൈമിലേക്ക് വെക്കുന്നു, അല്ലെങ്കിൽ അറിയാം മോക്ക് ടെസ്റ്റും PYQ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്, പക്ഷെ പഠിച്ചു തീർന്നില്ല എന്നൊരു തോട്ട് കൊണ്ട് ഇപ്പോഴും സെൽഫ് ഡൗട്ട് ചെയ്ത് പഠിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ ഇരിക്കുന്നു. ഇത് വലിയൊരു ഫോൾട്ട് ആണ്. ഇനി അടുത്ത ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സറൗണ്ടിങ്സിൽ നിന്ന് വരുന്ന ഡിസ്ട്രാക്ഷൻ ആണ്. അതെന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ കളിയാക്കലോ അല്ലെങ്കിൽ അവരുടെ വഴക്ക് പറയലോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഓവർ പ്രതീക്ഷയോ ഓവർ കരുതലോ ഓവർ ലാളനയോ എല്ലാം ചിലപ്പോൾ നമുക്കൊരു പ്രഷർ തന്നെന്ന് വരും. പിന്നെ വേറൊരു കാറ്റഗറിയാണ് ഫ്രണ്ട്സിനെ വിളിക്കും, ഫ്രണ്ട്സ് ഈ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഈ ഒരു പബ്ലിക്കേഷന്റെ റെഫറൻസ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ്. ഈ ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. സോഷ്യൽ മീഡിയ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ മീഡിയാസ് ഉണ്ട്. സോഷ്യൽ മീഡിയാസ് പല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളെ എവിടെയൊക്കെ ഏതൊക്കെ പോയിന്റിൽ എങ്ങനെയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ആലോചിക്കുക, ഇതെല്ലാം സോൾവ് ചെയ്ത് നമ്മളെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന നമ്മുടെ ഡ്രീം നമ്മളെ അച്ചീവ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമായിരിക്കണം ഇതിനെല്ലാമുള്ള മറുപടി എന്ന് പറയുന്നത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു മിസ്റ്റേക്സ് ഒന്നും ഈ ഒരു അപ്കമിങ് ഡേയ്സിൽ ആവർത്തിക്കാണ്ട് അല്ലെങ്കിൽ ചെയ്യാതെ മുന്നേറുക. നമുക്ക് നീറ്റ് 2025 ക്രാക്ക് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്.